കൂർക്കമ്പലി. കൂർക്കമ്പലി കാരണം വേർപിരിഞ്ഞ ഡിവോഴ്സ് ആയ ദമ്പതികളുള്ള നാടാണ് നമ്മുടേത്. എയർവേ അറിയാലോ, മൂക്കിൽ കൂടെ ശ്വാസം വലിച്ച് അത് ലങ്സിൽ എത്തണ വരെയുള്ള എയർവേ. അത് എന്തുകൊണ്ടൊക്കെ വരാം? ഡീവിയേറ്റഡ് നേസൽ സെപ്റ്റം, പാലത്തിന് വളവ് വന്നു കഴിഞ്ഞാൽ വരാം. തടി കൂടുതലുള്ള ആൾക്കാർക്ക് നെക്കിന്റെ അറൗണ്ടിലും അല്ലെങ്കിൽ ഫാറ്റ് ഡിപ്പോസിഷൻ കൂടുതലായിരിക്കും. അപ്പോൾ ഓക്കെ. അങ്ങനെ ഉണ്ടെങ്കിൽ ഓൾറെഡി ഈ സ്നോറിങ് വരാൻ ചാൻസ് ഉണ്ട്. അവര് നേരെ മലർന്നുകൂടെ കിടന്നു കഴിഞ്ഞാൽ പ്രിവെന്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും ഒന്ന് കുറയ്ക്കാൻ പറ്റും. എന്തുകൊണ്ടൊക്കെ ഒബ്സ്ട്രക്ഷൻ നമ്മുടെ എയർവേയിൽ വരാമെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ കൂർക്കമ്പലിക്കുള്ള കാരണങ്ങൾ നമുക്ക് കിട്ടും. ഇപ്പോൾ എല്ലാ തലവേദനയും സൈനസൈറ്റിസ് ആണ്. ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ ഇത്രയും ക്ലിയർ ആയിട്ടും ഇത്രയും മുഴക്കത്തോടു കൂടിയും എനിക്ക് സംസാരിക്കാൻ പറ്റുന്നത് ആ സൈനസ് ഉള്ളതുകൊണ്ടാണ്. ഓപ്പണിംഗ് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ എന്തുണ്ടാവും വെച്ച് കഴിഞ്ഞാൽ ഈ സൈനസിൽ മ്യൂക്കസ് അക്യുമുലേഷൻ വരികയും അവിടെ ബാക്ടീരിയ കൂടുതലായിട്ട് അവിടെ തിങ്ങി നിറഞ്ഞിട്ട് അവർക്ക് തലവേദന വരികയും ഛർദ്ദിക്കാൻ വരികയും അല്ലെങ്കിൽ തലയ്ക്ക് ഭാരം തോന്നുക. വളഞ്ഞിരിക്കുന്ന മൂക്കുകളിലുള്ള ആളുകളുണ്ട്. നമ്മുടെ ആക്ട്രസ് മഞ്ജു വാര്യറിന്റെ മൂക്ക് ഒരു ഇച്ചിരി വളഞ്ഞിട്ടാണ്. പിന്നെ ഈ DNS ഉള്ള ആൾക്കാർക്ക് മൂക്കിൽ ദശ വരാനുള്ള ചാൻസും കൂടുതലാണ്. ഈ തുമ്മി തുമ്മി നമ്മുടെ മ്യൂക്കസിന് ഇറിറ്റേഷൻ വരികയും അവിടെ ദശ ഉണ്ടാവാനുള്ള ചാൻസും കൂടുതലാണ്. അർട്ടിക്കേരിയ. എന്താണ് ഈ അർട്ടിക്കേരിയ? അതിന്റെ ഒരു സിവിയർ ഫോം ഉണ്ട്. അതായത് ഡീപ്പർ ടിഷ്യൂസിലേക്ക് ഈ സ്വെല്ലിങ്ങും തടിപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ ആൻജിയോഡിമ എന്ന് പറയും. അപ്പൊ അത് ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. ഈ അലർജി ഉള്ള ആളുകളെ കുറേ വട്ടം തുമ്മിക്കഴിഞ്ഞാൽ ഈ മൂക്കിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു കറുത്ത ലൈന് കാണാറുണ്ട്. എന്താ അത്? ഇപ്പൊ നമ്മൾ കോമൺ ആയിട്ട് കേട്ട് വരുന്ന ഒരു അസുഖമാണ് അലർജിക് റൈനൈറ്റിസ് എന്ന് പറയുന്നത്. എന്താണ് അലർജിക് റൈനൈറ്റിസ്? അതിന്റെ ഒരു സിംറ്റം സൈൻസ് എന്തൊക്കെയാണ്? അലർജിക് റൈനൈറ്റിസ് എന്ന് പറയുന്നത് അലർജി തന്നെയാണ്. പക്ഷെ അത് എവിടെ വരുന്നു എന്നുള്ളതിലാണ് അതിന്റെ വ്യത്യാസം. നമ്മുടെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ ഉള്ള അലർജീനെയാണ് നമ്മൾ അലർജിക് റൈനൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് സിംറ്റംസ് ആയിട്ട് വരുന്നത് കൂടുതലും തുമ്മല്, സ്നീസിങ്, അതുപോലെ മൂക്കൊലിപ്പ്, നോസ് ബ്ലോക്ക്, മൂക്കടപ്പ്, അതുപോലെ അതിനോടനുബന്ധിച്ച് തന്നെ കണ്ണ് ചൊറിയ, ചെവി ചൊറിയ, മൂക്ക് ചൊറിയ, തൊണ്ട ചൊറിയ, അങ്ങനത്തെ സിംറ്റംസ് കൂടുതലായിട്ട് വരുമ്പോഴാണ് നമ്മൾ അലർജിക് റൈനൈറ്റിസ് എന്ന് പറയുന്നത്. ഈ അലർജി ഉള്ള ആളുകളെ കുറേ വട്ടം തുമ്മിക്കഴിഞ്ഞാൽ ഈ മൂക്കിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു കറുത്ത ലൈന് കാണാറുണ്ട്. എന്താ അത്? അത് അലർജിക് ക്രീസ് എന്നാണ് അതിന് പറയാ. അത് കൂടുതലും കുട്ടികളിലാണ് കാണുക. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എന്താ ചെയ്യാ, നമ്മള് മൂക്കൊലിപ്പ് വരാന്ന് വിചാരിക്കുക. തുമ്മ മൂക്കൊലിപ്പ് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യാ? ഇങ്ങനെ ചെയ്യാ അല്ലെ? കുട്ടികൾ കൂടുതലും ഇങ്ങനെ ചെയ്യാം അല്ലെ? നമ്മൾ മുതിർന്നവർ അങ്ങനെ ആയിരിക്കില്ല മൂക്ക് ചീറ്റി കളയുക, അല്ലെങ്കിൽ കുറച്ച് ഇഫൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒപ്പി എടുക്കുള്ളൂ. പക്ഷെ കുട്ടികളാണ് കൂടുതലും ഇങ്ങനെ ചെയ്യാറല്ലേ? അപ്പൊ അങ്ങനെ കുറെ കാലം ചെയ്തിട്ട് ഇവിടെ ഒരു ഫോൾഡ് വരണേനെയാണ് അലർജി ക്രീസ് എന്ന് പറയാം. അത് കുട്ടികളിലാണ് കൂടുതലും കാണാം, വലിയവരിലും കാണുന്നില്ല എന്നല്ല. അത് അലർജി ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്ത് കുറച്ചു കാലം കഴിയുമ്പോൾ അത് മാറിപ്പോവും. അത് അലർജി ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്ത് കുറച്ചു കാലം കഴിയുമ്പോൾ അത് ഫെയ്ഡ് ആയിട്ട് പോവാറുണ്ട്. അത് വലിയൊരു പ്രശ്നമുള്ള കാര്യമല്ല. രാവിലെ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ ഒരു റുട്ടീൻ പോലെ ഒരു 5 മിനിറ്റോളം തുമ്മുന്ന ആളുകളുണ്ട്. എൻ്റെ വീട്ടിലുണ്ട്, എൻ്റെ അച്ഛൻ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ രാവിലെ ആകുമ്പോൾ ഉറങ്ങി എണീറ്റ പാടി ഇങ്ങനെ തുമ്മിക്കൊണ്ടിരിക്കുന്നത്? തുമ്മലിന് കാരണമാകുന്നത് നമ്മുടെ ബ്ലഡിൽ ഹിസ്റ്റമിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ റിലീസ് ചെയ്യുന്നത് കൊണ്ടാണ്. നമ്മൾ കൂടുതലായിട്ട് അലർജിക് സിംറ്റംസ്, തുമ്മലായിക്കോട്ടെ ചൊറിഞ്ഞടിക്കലായിക്കോട്ടെ എന്തും ആയിക്കോട്ടെ, അലർജിക് സിംറ്റംസ് കാണുന്നത് ഹിസ്റ്റമിൻ റിലീസ് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ ഈ രാത്രി എന്താ ഉണ്ടാവുന്നത് വെച്ചാൽ ഹിസ്റ്റമിൻ എന്തെങ്കിലും അലർജൻ ഒക്കെ ആയിട്ട് കോണ്ടാക്ട് വരുമ്പോൾ നമ്മൾ ഈ ഹിസ്റ്റമിൻ കൂടി വരും. അത് റിലീസ് ഉണ്ടാവും ബ്ലഡിൽ, അത് അക്യുമുലേറ്റ് ചെയ്തിട്ട് വരുമ്പോൾ രാവിലെ എത്തുമ്പോഴായിരിക്കും അതിന്റെ പീക്ക് ടൈം. അപ്പൊ എണീക്കുമ്പോ എന്താ ഉണ്ടാവുക, നമുക്ക് ആ അലർജി സിംറ്റംസ് വല്ലാണ്ട് കൂടും. ഒരു കുറെ നേരം തുമ്മ, രാവിലെ എണീക്കുമ്പോ തുമ്മി എണീക്കുക, ഉറക്കത്തിൽ നിന്ന് തന്നെ തുമ്മി എണീക്കുക, അങ്ങനെയൊക്കെ ഉള്ള സിംറ്റംസ് കൂടുതലും ഈ അലർജിക് റൈനൈറ്റിസ് ഉള്ള ആൾക്കാരിൽ കൂടുതലായിട്ട് കാണാറുണ്ട്. കൂടുതലും രാവിലെ തന്നെയാണ് അവരുടെ സിംറ്റംസ് വേഴ്സണപ്പ് ആവാറ്. ഇതാണ് അതിന്റെ കാരണം. നമ്മൾ ഈ അലർജിയുള്ള ആളുകളെ ഈ കയ്യിലോ അല്ലെ ഇവിടെയൊക്കെ ഇങ്ങനെ ചൊറിഞ്ഞു കഴിഞ്ഞാൽ ഒരു ചുവന്ന് തടിച്ച് പൊന്തുന്നത് പോലെ ഉണ്ടാവും. അതെന്തുകൊണ്ട് ആ ഒരു നമ്മൾ ചൊറിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ചുവപ്പ് കളർ വരുന്നത്? അതും അലർജിയുടെ സിംറ്റം തന്നെയാണ്. ആർട്ടിക് ഏരിയ എന്നാണ് അതിനെ പറയാ. ഹൈവ്സ് ആർട്ടിക് ഏരിയ എന്നൊക്കെ പറയും. അത് നമ്മുടെ സ്കിന്നിൽ വരുന്ന അലർജിയാണ്. അത് പ്രഷറിനോട് വരുന്ന ഒരു റിയാക്ഷനാണ്. കാര്യം നമ്മൾ ചൊറിയുമ്പോൾ ആ പ്രഷറുള്ള സ്ഥലത്ത് കൂടുതലായിട്ട് ഹിസ്റ്റമിൻ റിലീസ് ചെയ്യും, അവിടേക്ക് കൂടുതലായിട്ട് ഇൻഫ്ലമേഷൻ വരികയും അവിടേക്ക് എഡിമ വരികയും ചെയ്യുമ്പോഴാണ് ഈ സ്വെല്ലിങ് വരുന്നത്. അപ്പോൾ അലർജിയുടെ സിംറ്റം ആയിട്ട് വരുന്നതാണ് ഹൈവ്സ് അല്ലെങ്കിൽ ആർട്ടിക് ഏരിയ സ്കിൻ അലർജി. അതിപ്പോ അലർജി തന്നെ
എവിടെ പ്രസന്റ് ചെയ്യുന്നു എന്നനുസരിച്ചിട്ടാണ് അതിന്റെ സിംറ്റംസ്. ഇപ്പൊ സ്കിന്നിലാണെങ്കിൽ ചൊറിഞ്ഞു തടിക്കുക, അപ്പം മാന്തുമ്പോൾ ആ മാന്തിയ സ്ഥലത്ത് തടിച്ചു വരിക, അതൊക്കെയാണ് സ്കിൻ അലർജിയിൽ കൂടുതലായിട്ട് കാണുന്നത്. അത് നേരെ മറിച്ച് അത് ലങ്സിൽ അല്ലെങ്കിൽ ആ ട്രാക്കിൽ വരികയാണെങ്കിൽ ആസ്മയായിട്ട്, ബ്രോങ്കസിലൊക്കെ വരികയാണെങ്കിൽ ആസ്മയായിട്ട് പ്രസന്റ് ചെയ്യും. അത് അപ്പർ റെസ്പിറേറ്ററി ട്രാക്കിൽ വരികയാണെങ്കിൽ തുമ്മലായിട്ട് പ്രസന്റ് ചെയ്യും. അത് നമ്മൾ ഫുഡ് അലർജി ആയിട്ട് ഡൈജസ്റ്റീവ് ട്രാക്കിലാണെങ്കിൽ നാക്ക് വന്ന് തടിച്ചു വീർക്കുക, വോക്കൽ കോഡ് അല്ലെങ്കിൽ ഭക്ഷണം ഇറക്കാൻ പറ്റാണ്ട് വരിക, നാക്ക് വന്ന് തടിച്ചു വീർക്കുക, ഭക്ഷണം ഇറക്കാൻ പറ്റാണ്ട് വരിക, ചുണ്ട് വന്ന് തടിക്കുക, അതൊക്കെ ഡൈജസ്റ്റീവ് ട്രാക്കിൽ അലർജിക് സിംറ്റംസ് കാണിക്കുമ്പോഴാണ് ഇങ്ങനെ വരുന്നത്. അപ്പൊ എല്ലാം അലർജിയുടെ സിംറ്റംസ് തന്നെയാണ്. അത് ഏത് ഓർഗനെ എഫക്ട് ചെയ്യുന്നു എന്നനുസരിച്ചിരിക്കും എന്ത് സിംറ്റംസ് ആണ് ആ പേഷ്യന്റ് പ്രസന്റ് ചെയ്യണേ എന്നുള്ളത്. ഡോക്ടർ ഇപ്പൊ പറഞ്ഞല്ലോ അർട്ടിക്കേരിയ, എന്താണ് ഈ അർട്ടിക്കേരിയ? സ്കിൻ അലർജീനെ തന്നെയാണ് നമ്മൾ ആർട്ടിക്കേരിയ എന്ന് പറയുന്നത്. അലർജി കാരണം സ്കിന്നിൽ ഉണ്ടാവുന്ന സിംറ്റത്തിനെയാണ് ആർട്ടിക്കേരിയ എന്ന് പറയാം. അത് നമ്മൾ ചൊറിഞ്ഞു തടിക്കലായിട്ട് വരും, നമ്മൾ പുഴു വരച്ച പോലെയൊക്കെ, നമ്മളൊരു മാപ്പ് വരച്ച പോലെ ഉണ്ടാവും സ്കിന്നിൽ, അതുപോലെ തടിച്ചു വരും. അതൊക്കെ ഈ ഹിസ്റ്റമിൻ എന്ന് പറയുന്ന കെമിക്കല് നമ്മുടെ സ്കിന്നിന്റെ ബ്ലഡ് വെസൽസിൽ ഹിസ്റ്റമിൻ റിലീസ് ചെയ്യുന്നത് കൊണ്ട് വരുന്ന സിംറ്റംസ് ആണ്. അത് അത് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് അക്യൂട്ട് അർട്ടിക്കേരിയ ഉണ്ട്, ഒന്ന് ക്രോണിക് അർട്ടിക്കേരിയ ഉണ്ട്. അതിൽ അക്യൂട്ട് അർട്ടിക്കേരിയ എന്ന് പറഞ്ഞാൽ വിത്തിൻ ഒരു 24 മണിക്കൂറിനുള്ളിൽ തന്നെ അത് മാറും. അലർജനായിട്ട് കോണ്ടാക്ട് വന്ന് അത് തടിച്ച് പൊന്തി വന്നിട്ട് അത് 24 മണിക്കൂറിനുള്ളത് കുറയുകയും പിന്നെ അടുത്ത പ്രാവശ്യം അലർജനായിട്ട് വേറെ എവിടെയെങ്കിലും കോണ്ടാക്ട് വരുമ്പോൾ വേറെ പല സ്ഥലങ്ങളിലേക്ക് മാറുകയും ചെയ്യും. അതിനാണ് നമ്മൾ അക്യൂട്ട് ആയിട്ടുള്ള അർട്ടിക്കേരിയ എന്ന് പറയാം. ക്രോണിക് അർട്ടിക്കേരിയ എന്ന് പറയുമ്പോൾ അതൊരു 6-7 ആഴ്ചയേക്കാൾ കൂടുതൽ അത് നീണ്ടു നിൽക്കും. അതായത് വൺസ് വന്നു കഴിഞ്ഞാൽ അത് കുറെ ദിവസത്തേക്ക് ആ ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനെയാണ് ക്രോണിക് അർട്ടിക്കേരിയ എന്ന് പറയാം. ഇത് ബേസിക്കലി ഇത് സ്കിൻ അലർജിയാണ്. അതിന്റെ ഒരു സിവിയർ ഫോം ഉണ്ട്. അതായത് നമ്മൾ സ്കിൻ ഡീപ്പർ ടിഷ്യൂസിലേക്ക് ഈ സ്വെല്ലിങ്ങും തടിപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ ആൻജിയോഡിമ എന്ന് പറയും. അപ്പൊ അത് ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. അതായത് നമ്മളെ ചുണ്ടൊക്കെ വന്ന് വീർക്കുക, ശ്വാസം കഴിക്കാൻ പറ്റാണ്ട് വരിക, അങ്ങനെയൊക്കെ വരുന്നത് കുറച്ചും കൂടെ സിവിയർ ആയിട്ടുള്ള എമർജൻസി സിറ്റുവേഷൻ ആണ്. പക്ഷെ അർട്ടിക്കേരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു ഫോമാണ്, സ്കിൻ അലർജിയാണ്. പണ്ടൊക്കെ അമ്മേൻ്റെ അടുത്ത് പറയായിരുന്നു, ഇവക്ക് പുസ്തകം തുറന്നാൽ ഇനി അപ്പ തലവേദനയാണ്. അത് വെറുതെ നമ്മൾ പഠിക്കാനുള്ളൊരു മടി കൊണ്ട് പറയുന്നതാണ്. പക്ഷേ എൻ്റെ ക്ലാസ്സിലെ എൻ്റെ ഒരു ഫ്രണ്ടിന് ഈ സൈനസൈറ്റിസ് എന്ന് പറയുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അവൾക്ക് ഈ അസുഖം വന്നപ്പോഴാണ് ഈ സൈനസൈറ്റിസ് എന്നുള്ള വേർഡ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. അപ്പോൾ എല്ലാ തലവേദനയും സൈനസൈറ്റിസ് ആണോ, അല്ലെങ്കിൽ സൈനസൈറ്റിസ് എന്താണ്? എല്ലാ തലവേദനയും സൈനസൈറ്റിസ് ആണ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാര്യം തലവേദന പല കാരണങ്ങൾ കൊണ്ട് വരാം. അതിൽ ഒരു കാരണം മാത്രമാണ് സൈനസൈറ്റിസ്. സൈനസൈറ്റിസിന് എന്താണെന്ന് അറിയണതിന് മുന്നേ സൈനസ് എന്താണെന്ന് അറിയണം. നമ്മുടെ ബോണില്, അതായത് നമ്മുടെ സ്കള്ളില്, തലയോട്ടിയില് കുറെ ഓട്ടകളുണ്ട്. അതിനാണ് സൈനസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഞാനിപ്പോ സംസാരിക്കുമ്പോൾ ഇത്രയും ക്ലിയർ ആയിട്ടും ഇത്രയും മുഴക്കത്തോടു കൂടിയും എനിക്ക് സംസാരിക്കാൻ പറ്റുന്നത് ആ സൈനസ് ഉള്ളതുകൊണ്ടാണ്. അപ്പൊ അത് 3 ടൈപ്പ് ഉണ്ട്, അതായത് 3 സെക്ഷൻ ഉണ്ട്. ഒന്ന് ഫ്രോണ്ടൽ സൈനസ്, ഒന്ന് മാക്സിലറി സൈനസ്, ഇതിന്റെ ബാക്കിലായിട്ട് എത്തമോയിഡൽ സൈനസ് എന്ന് പറയുന്ന 3 കാറ്റഗറി സൈനസുകളുണ്ട്. അപ്പോൾ അവിടെ നോർമലി ഒരു കഫത്തിന്റെ മ്യൂക്കസ് പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് ചെറുതായിട്ട്. അത് നമ്മൾ അറിയാണ്ട് തന്നെ നമ്മുടെ മൂക്കിന്റെ ബാക്കിലേക്ക് വന്ന് നമ്മുടെ വായിലേക്ക് അതിന്റെ മ്യൂക്കസ് വരുന്നുണ്ട്, നമ്മൾ പോലും അറിയുന്നില്ല. അതൊക്കെ ഓട്ടോമാറ്റിക്കലി നടക്കുന്നതാണ്. പക്ഷെ ആ ഓപ്പണിംഗ് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ എന്തുണ്ടാവും വെച്ച് കഴിഞ്ഞാൽ ഈ സൈനസിൽ മ്യൂക്കസ് അക്യുമുലേഷൻ വരികയും അവിടെ ബാക്ടീരിയ പെരുകയും അവിടെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരികയും അവർക്ക് കഫം കൂടുതലായിട്ട് അവിടെ തിങ്ങി നിറഞ്ഞിട്ട് അവർക്ക് തലവേദന വരികയും ഛർദ്ദിക്കാൻ വരികയും അല്ലെങ്കിൽ തലയ്ക്ക് ഭാരം തോന്നുക, നമ്മളിവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വല്ലാണ്ട് വേദന വരിക, അങ്ങനത്തെ സിംറ്റംസ് ഒക്കെ വരും. അപ്പൊ അതിനെയാണ് നമ്മൾ സൈനസൈറ്റിസ് എന്ന് പറയുന്നത്. അത് തലവേദന വരാൻ സൈനസൈറ്റിസ് മാത്രമല്ല, പല കാരണങ്ങളുണ്ട്. അതിൽ കുറെ ആൾക്കാർക്കൊക്കെ കണ്ടുവരുന്ന ഒരു അസുഖമാണ് സൈനസൈറ്റിസ്. കാര്യം സൈനസൈറ്റിസ് വരാൻ വേറെ കാരണങ്ങളും കൂടി ഉണ്ട്. കാരണം നമ്മുടെ മൂക്കിന്റെ പാലത്തിന് വളവുള്ള ആൾക്കാർ, ഞാൻ പറഞ്ഞല്ലോ, ആ ഓപ്പണിംഗ് ബ്ലോക്ക് ആയി കഴിഞ്ഞാലാണ് കൂടുതലും സൈനസൈറ്റിസ് വരിക. അപ്പൊ ബ്ലോക്ക് ആകാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് മൂക്കിന്റെ പാലത്തിന് വളവുണ്ടെങ്കിൽ, മൂക്കിൽ ദശ ഉണ്ടെങ്കിൽ, അങ്ങനത്തെ അസുഖങ്ങൾ ഉണ്ടായിട്ട് ആ ഓപ്പണിംഗ് ബ്ലോക്ക് ആയിട്ട് വരുമ്പോഴാണ് സൈനസൈറ്റിസ് കൂടുതലായിട്ട് വരുന്നത്. വളഞ്ഞിരിക്കുന്ന മൂക്കുകളിലുള്ള ആളുകളുണ്ട്. നമുക്കിപ്പോൾ മലയാള സിനിമയിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ആക്ട്രസ് മഞ്ജു വാര്യറിൻ്റെ മൂക്ക് ഒരു ഇച്ചിരി വളഞ്ഞിട്ടാണ്. ആ ഒരു മൂക്ക് വളഞ്ഞിരിക്കുന്നതിൻ്റെ പേരെന്താണ്? അല്ലെങ്കിൽ ഈ മൂക്ക് വളഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അലർജി സംബന്ധമായതോ തലവേദന സംബന്ധമായിട്ടുള്ളോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ? ഈ മൂക്കിന്റെ പാലം വളഞ്ഞിരിക്കുന്നത് പേരാണ് ഡീവിയേറ്റഡ് നേസൽ സെപ്റ്റം, അല്ലെങ്കിൽ DNS. അപ്പൊ ഈ മൂക്കിന്റെ പാലം വളവുള്ള ആൾക്കാർക്ക് ഒരു സൈഡിലുള്ള ഏത് ഭാഗത്തേക്കാണോ വളവ് ആ ഭാഗത്തേക്കുള്ള മൂക്കിന്റെ ദ്വാരം കുറച്ച് കുറവായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ
അനാട്ടമിക്കലി ഇപ്പം നമ്മുടെ സൈനസിന്റെ ഓപ്പണിംഗ് ഒക്കെ ആ ഭാഗത്തേക്ക് ഉണ്ടെങ്കിൽ ചിലപ്പം അതുകൊണ്ട് തന്നെ ആ പാലത്തിന് വളവുള്ളത് കൊണ്ട് ആ ഓപ്പണിംഗ് ബ്ലോക്ക് ആയിട്ട് വരുമ്പോൾ സൈനസൈറ്റിസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ആ മൂക്കിന് പാലം വളഞ്ഞിരിക്കുന്ന ആൾക്ക് അലർജി ഉണ്ടെങ്കിൽ അലർജിക് സിംറ്റംസ് വല്ലാണ്ട് വേഴ്സണപ്പ് ആവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ദ്വാരം വളരെ ചെറുതായതുകൊണ്ട് തന്നെ ചെറിയ പൊടി അടിക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ തണുപ്പ് അടിക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ എന്താണോ അലർജി അത് അടിക്കുമ്പോഴത്തേക്കും കൂടുതലായിട്ട് സെൻസിറ്റിവിറ്റി കൂടുകയും അവരുടെ അലർജിക് സിംറ്റംസ് വേഴ്സൺ ആവാനുള്ള സാധ്യതയും കൂടുതലാണ്. പിന്നെ ഈ DNS ഉള്ള ആൾക്കാർക്ക് മൂക്കിൽ ദശ വരാനുള്ള ചാൻസും കൂടുതലാണ്. ഈ തുമ്മി നമ്മുടെ മ്യൂക്കസിന് ഇറിറ്റേഷൻ വരികയും അവിടെ ദശ ഉണ്ടാവാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പൊ അങ്ങനെ ദശ ഉണ്ടാവുമ്പോൾ കൂർക്കമലി കൂടുക. അങ്ങനെ കൂർക്കമലി ഉണ്ടാവുമ്പോൾ രാത്രി സ്ലീപ്പ് ഉറക്കത്തിന്റെ ക്വാളിറ്റി കുറയുക, രാവിലെ എണീക്കുമ്പോൾ റിഫ്രഷ്ഡ് അല്ലാത്തൊരവസ്ഥ. ഈ കൂർക്കം വലിച്ച് ആ നന്നായിട്ട് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് രാത്രി ഞെട്ടി എണീക്കുക. കാര്യം ശ്വാസം നമ്മുടെ ബ്ലഡിൽ ഓക്സിജന്റെ ലെവൽ കുറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഞെട്ടി എണീക്കുക, സ്ലീപ്പ് ആപ്നിയ എന്നൊക്കെ പറയും. അതൊക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. അതൊക്കെയാണ് ഈ DNS കൊണ്ട് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ. കൂർക്കം വലി കാരണം വേർപിരിഞ്ഞ ഡിവോഴ്സ് ആയ ദമ്പതികളുള്ള നാടാണ് നമ്മുടേത്. അപ്പോൾ കൂർക്കം വലിക്കുന്ന പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ ഒരാള് വേറെ റൂമിൽ കിടക്കുന്നത് കേട്ടിട്ടുണ്ട്. ചില കൂർക്കം വലിക്കുമ്പോൾ ട്രെയിൻ എക്സ്പ്രസ് ഇട്ട് പോലെ കൂർക്കം വലിക്കുക എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്താണ് ശരിക്കും ഈ കൂർക്കം വലിക്ക് പിന്നിലെ സയൻസ്? കൂർക്കം വലി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഉണ്ടാവുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എയർവേ അറിയാലോ, മൂക്കിൽ കൂടെ ശ്വാസം വലിച്ച് അത് ലങ്സിൽ എത്തണ വരെയുള്ള എയർവേ. ആ എയർവേയിൽ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ വന്നു കഴിഞ്ഞാലാണ് നമ്മൾ കൂർക്കം വലി ഉണ്ടാവുക. ഓക്കെ, അപ്പൊ അത് എന്തുകൊണ്ടൊക്കെ വരാം? ഒന്ന് പോളിപ്പ് വന്നു കഴിഞ്ഞാൽ വരാം, ഡീവിയേറ്റഡ് നേസൽ സെപ്റ്റം പാലത്തിന് വളവ് വന്നു കഴിഞ്ഞാൽ വരാം. പിന്നെ അതുപോലെ ചെറിയ കുട്ടികളുടെ അഡിനോയിഡൈറ്റിസ് അല്ലെങ്കിൽ അഡിനോയിഡ്സ് ഹൈപ്പർട്രോഫി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ വരാം. പിന്നെ ഒബേസിറ്റി, അതായത് തടി കൂടുതലുള്ള ആൾക്കാർക്ക് ഈ നെക്കിന്റെ അറൗണ്ടിലും അല്ലെങ്കിൽ ടങ്ങിന്റെ ഒക്കെ കുറച്ച് ഫാറ്റ് ഡിപ്പോസിഷൻ കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ കൂർക്കം വലി വരാം. അപ്പൊ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ്. അതുപോലെ ആൽക്കഹോൾ കൺസംഷൻ, ആൽക്കഹോൾ ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മസിൽസ് ഒക്കെ ഒന്ന് റിലാക്സ് ചെയ്യും. അത് സ്മൂത്ത് മസിൽസ് ഒക്കെ ഒന്ന് റിലാക്സ് ചെയ്യുമ്പോൾ നമ്മൾ കിടക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ അത് റിലാക്സ് ആയിട്ട് നമ്മുടെ എയർവേയിലേക്ക് ഒബ്സ്ട്രക്ഷൻ വന്നു കഴിഞ്ഞാൽ കൂർക്കം വലി വരാം. പിന്നെ അതുപോലെ ഒബേസിറ്റി, അമിതവണ്ണം. ഈ അമിതവണ്ണമുള്ള ആൾക്കാർക്ക് ഈ നെക്കിന്റെ ചുറ്റും അതുപോലെ ടങ്ങിലൊക്കെ കൂടുതലായിട്ട് ഫാറ്റ് ഡെപ്പോസിഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ എയർവേയിലേക്ക് ഒബ്സ്ട്രക്ഷൻ വന്നിട്ട് അങ്ങനെ കൂർക്കം വലിക്കാം. പിന്നെ സ്ലീപ്പിന്റെ പൊസിഷൻ, നമ്മൾ നേരെ മലർന്ന് കിടക്കുന്ന ആൾക്കാരിൽ ടങ് എയർവേ ഒബ്സ്ട്രക്ട് ചെയ്യാനും കൂർക്കം വലി വരാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ കിടക്കുന്ന എല്ലാവർക്കും വരണമെന്നല്ല, അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒബേസിറ്റി ഉള്ള ആൾക്കാർ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ബാക്കി അങ്ങനെയുള്ള ആൾക്കാർക്ക് വരാൻ ചാൻസ് കൂടുതലാണെന്നാണ് പറയുന്നത്. അതായത് ഈ ഒബേസിറ്റി ഉള്ള ആൾക്കാർ, അതുപോലെ അലർജി ഉള്ളത് ആൾക്കാർ, അല്ലെങ്കിൽ പോളിപ്പുള്ള ആൾക്കാർക്കൊക്കെ അപ്പൊ ഓൾറെഡി അവർക്കൊരു പ്രശ്നമുണ്ട്. അപ്പൊ ഓൾറെഡി ഈ സ്നോറിങ് വരാൻ ചാൻസ് ഉണ്ട്. അവര് നേരെ മലർന്നുകൂടെ കിടന്നു കഴിഞ്ഞാൽ അവർക്ക് ഉറപ്പായിട്ടും വല്ലാണ്ട് സ്നോറിങ് വല്ലാണ്ട് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഏതെങ്കിലും ഒരു സൈഡ് ചെരിഞ്ഞ് കിടക്കുക അല്ലെങ്കിൽ കമന്ന് കിടക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമുക്ക് സ്നോറിങ് പ്രിവെന്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും ഒന്ന് കുറയ്ക്കാൻ പറ്റും. സ്നോറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എയർവേ ഒബ്സ്ട്രക്ഷൻ വരുമ്പോൾ, കംപ്ലീറ്റ്ലി ഒബ്സ്ട്രക്ഷൻ അല്ല, ചെറുതായിട്ടാണെങ്കിലും ഒബ്സ്ട്രക്ഷൻ വരുമ്പോൾ ഉണ്ടാവുന്ന സൗണ്ടിനെയാണ് നമ്മൾ കൂർക്കം വലി എന്ന് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടൊക്കെ ഒബ്സ്ട്രക്ഷൻ നമ്മുടെ എയർവേയിൽ വരാം എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ കൂർക്കം വലിക്കുള്ള കാരണങ്ങൾ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഒന്ന് പോളിപ്പ്, മൂക്കിൽ ദശ കാരണം കൂർക്കം വലി ഉണ്ടാവാം. ഡീവിയേറ്റഡ് നേസൽ സെപ്റ്റം, പാലത്തിന് വളവ് കാരണം കൂർക്കം വലി ഉണ്ടാവാം. അതുപോലെ അലർജി ഉള്ള ആൾക്കാർക്ക് കൂർക്കം വലി ഉണ്ടാവാറുണ്ട്. പിന്നെ ചെറിയ കുട്ടികൾക്ക് അഡിനോയിഡ്സ് ഹൈപ്പർട്രോഫി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അഡിനോയിഡ്സ് കൊണ്ടൊരു ഗ്ലാൻഡ് ഉണ്ട്, അത് വലിപ്പ കൂടുതൽ കാരണം കൂർക്കം വലി ഉണ്ടാവാറുണ്ട്. പിന്നെ അതുപോലെ ഒബേസിറ്റി, അമിതവണ്ണമുള്ള ആൾക്കാർക്ക് നെക്കിന് ചുറ്റും അല്ലെങ്കിൽ നാക്കിലൊക്കെ ഫാറ്റ് ഡിപ്പോസിഷൻ കൂടിയിട്ട് നാക്ക് വന്നിട്ട് എയർവേ ഒബ്സ്ട്രക്ട് ചെയ്യണ കാരണം കൂർക്കം വലി വരാറുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് കൂർക്കം വലി വരാനുള്ള കാരണങ്ങൾ. പിന്നെ നമ്മൾ കിടക്കുന്ന പൊസിഷൻ, നമ്മൾ മലർന്ന് കിടന്നാൽ കൂർക്കം വലി കൂടാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ തടിയുള്ള ആൾക്കാർ മലർന്നുകൂടെ കിടന്നു കഴിഞ്ഞാൽ അവർക്ക് എന്തായാലും കൂർക്കം വലി ഉണ്ടാവും. അപ്പൊ ഇതാണ് കൂർക്കം വലി വരാനുള്ള കാരണങ്ങൾ. പിന്നെ കൂർക്കം വലി കൊണ്ട് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ലീപ്പിന്റെ ക്വാളിറ്റിനെ എഫക്ട് ചെയ്യും. അതായത് നമുക്ക് പീസ്ഫുൾ സ്ലീപ്പ് കിട്ടില്ല. അതുപോലെ നമ്മൾ അറിയണ്ടാവില്ല, പക്ഷെ നമുക്ക് നമ്മുടെ ബ്ലഡിലത്തെ ഓക്സിജൻ സാച്ചുറേഷൻ ചെറുതായിട്ടൊന്ന് കുറയും. അപ്പൊ നമുക്ക് ക്വാളിറ്റി സ്ലീപ്പ് കിട്ടില്ല. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒരു ഉന്മേഷം കിട്ടാത്തൊരവസ്ഥ, അതൊക്കെ ഈ കൂർക്കം വലി കൊണ്ട് വരാറുണ്ട്. പിന്നെ അതിന്റെ സിവിയർ ഫോം എന്ന് പറയുന്നത് സ്ലീപ്പ് ആപ്നിയ, അതായത് പെട്ടെന്ന് ശ്വാസം കിട്ടാണ്ട് ഞെട്ടി എണീക്കുക, അതിനെയാണ് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ എന്നൊക്കെ പറയും. അപ്പൊ അത് കുറച്ച് സിവിയർ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മെഡിസിൻ
മെഡിക്കേഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും സർജറീസോ അങ്ങനെ എന്തെങ്കിലും കറക്റ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് കൂർക്കമ്പലി ഉണ്ടാവാനുള്ള കാരണങ്ങളും കൂർക്കമ്പലി കൊണ്ട് ഉണ്ടാവുന്ന പ്രശ്നങ്ങളും. ഇപ്പം നമ്മൾ സിമ്പിളാന്ന് വിചാരിക്കുന്ന ഈ അലർജി, തലവേദന, IBS, ഈ വയറുവേദന, ഇതൊന്നും അത്ര നിസ്സാരമല്ല. നമ്മുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റി ടൈമിനെ ഇല്ലാതാക്കുന്ന, നമ്മൾ ചെറുതാന്ന് തോന്നുന്ന വലിയ രോഗങ്ങളാണ്. അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചതിൽ താങ്ക് യു ഡോക്ടർ. ഓക്കെ, താങ്ക് യു.